ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് 6th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6th ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഫസ്റ്റ് എന്താ പറയുന്നത്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. ആദ്യത്തെ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അതായത് അതൊക്കെ കൂട്ടി എത്ര കിട്ടും ചോദിച്ചിട്ടുള്ളത്. അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ. 1, 2, 3, 4 അങ്ങനെ ഏതുവരെ 20 വരെ. ഇതൊക്കെ കൂടെ കൂട്ടിയാൽ അതായത് 1 + 2 + 3 + 4 പ്ലസ് എക്സെട്ര അപ് ടു 20 വരെ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പേടിക്കാനൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ടോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ കയ്യിലുള്ള ഫോർമുല ഫസ്റ്റ് ടേമും അറിയാം, എന്തും അറിയാം, ലാസ്റ്റ് ടേമും അറിയാലോ. അതേമാതിരി ഫസ്റ്റ് ടേം എന്താണ്, x1 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. ലാസ്റ്റ് ടേം xn എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്താണ്, എത്ര ടേം ഉണ്ട്, n, നമ്പർ ഓഫ് ടേം 20 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും, സമ്മ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോർമുല x1 + xn എന്നായിരുന്നു. ഓക്കെ ആണോ? ഇപ്പൊ എന്ത് വരും, എന്നിന്റെ സ്ഥാനത്ത് 20 കൊടുക്കുക, 20/2 ഇൻറ്റു ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അതേമാതിരി ലാസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 20 കൊടുക്കുക. xnന്റെ സ്ഥാനത്ത് 20 കൊടുക്കും. അപ്പൊ 20/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണ്. 20 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 21. അപ്പൊ 10 × 21 അല്ലെങ്കിൽ 210 എന്നൊരു ആൻസർ. ക്ലിയർ ആണോ? അതൊരു ഡൗട്ട് ഉണ്ടാവില്ലായിരുന്നു. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ, അപ്പൊ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ്. ഇതിന്റെ ആൻസർ അവിടെ നിന്ന് എഴുതുന്നുണ്ട്. അപ്പൊ നമുക്കിത് കിട്ടിക്കഴിഞ്ഞു എത്രയാണെന്ന് അറിയോ, 210 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് got by multiplying the natural numbers by 5 and adding 1. Calculate also the sum of first n terms. അപ്പോ എന്ത് തന്നിട്ടുണ്ട് മക്കളെ, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ കിട്ടിയിട്ടുള്ളത്, നാച്ചുറൽ നമ്പേഴ്സിന് ആദ്യം 5 കൊണ്ട് ഗുണിച്ചു, ഓരോ ടേമിനെ 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 1 ആഡ് ചെയ്യുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇതല്ലേ, 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നത്. ഓക്കെ ആണോ? ഇതിൽ പറയുന്നത് എന്താണ്, ഓരോ ടേമിനെയും 5 കൊണ്ട് ഗുണിച്ചു. ഓരോ ടേമിനെയും 5 കൊണ്ട് ഗുണിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും, 1 × 5. പിന്നെ എന്താ ആഡ് ചെയ്തു, 5 കൊണ്ട് ഗുണിച്ചാൽ മാത്രം പോരാ, പിന്നെ 1 ആഡ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ടേം ഇത്ര വരും ആണോ, 1 × 5 + 1. അടുത്ത എന്ത് വരും, 2നെ 5 കൊണ്ട് ഗുണിച്ചു, 1 ആഡ് ചെയ്തു, 2 × 5 + 1. അടുത്ത എന്ത് വരും, 3 × 5 + 1 ഇങ്ങനെ പോകും. ഓക്കെ, ഏതുവരെ 20 ടേംസിന്റെ തന്നെ അല്ലേ. അപ്പോ ലാസ്റ്റ് അതുപോലെ അടുത്ത എന്തുണ്ടാവും, 4 × 5 + 1. അടുത്ത ടേം എന്തുണ്ടാവും, 5 × 5 + 1. ഇനി 20ാമത്തെ ടേം ഒക്കെ എന്താവും, 20 × 5 + 1. ക്ലിയർ ആണോ? സീക്വൻസ് എന്തായി മാറും, 1 + 5, 1 × 5 5, 5 + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആണോ? അതേമാതിരി 2 × 5 10, 10 + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ആണോ? അതേമാതിരി 3 × 5 15, 15 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 16. ക്ലിയർ ആണോ? അടുത്ത എന്ത് വരും, 4 × 5 20, 20 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 21. അതേമാതിരി 5 × 5 25, 25 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 26. ഇങ്ങനെ പോയി. ഇതെന്ത് ലാസ്റ്റ് ടൈം എന്ത് വരും, 20 × 5 100, 100 + 1 101. അപ്പൊ ഇത് തന്നിട്ടുള്ളത്, ഇപ്പൊ കിട്ടിയിട്ടുള്ളത് എന്താണ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അരിത്തമാറ്റിക് സീക്വൻസ് ആണ് വിത്ത് തന്നിട്ടുള്ള കാര്യങ്ങള്. ഫസ്റ്റ് ടേം എത്രയാണ്, 6 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്, 11 - 6 ചെയ്താൽ കിട്ടുന്ന 5 ആണ്. അതുപോലെ പിന്നെന്ത് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് കാണേണ്ടത് ക്വസ്റ്റ്യൻ സം ഓഫ് ഫസ്റ്റ് 20 ടേം കാണണം ആണോ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ലാസ്റ്റ് ടേമും അറിയാം അല്ലെ. 20ാമത്തെ ടേം ആണ് ആര്, 20th ടേം ആണ് ആര്, 101. അപ്പോ എക്സ് n എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കും, 101 എടുക്കും. അപ്പൊ സമ്മ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, n/2 ഇൻറ്റു x1 + xn എന്നാണ്. ക്ലിയർ ആണോ? അപ്പോ n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് എടുക്കണം, n 20 തന്നെ അല്ലെ. 20 ടേമിന്റെ സമ്മല്ലേ. 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 ആണ്. 6 + 101 ചെയ്താൽ മതി. ക്ലിയർ ആണോ? xnന്റെ സ്ഥാനത്ത് 101. അപ്പൊ എന്ത് വരും, 10 × 107 അല്ലെങ്കിൽ 1070 എന്ന് വരും കേട്ടോ. ഇതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് അല്ലെ. ഫസ്റ്റ് n ടേംസിനുള്ള ഇക്വേഷൻ കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം.
n ടേംസിനുള്ള ഇക്വേഷൻ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് x1ഉം ഡിയും കിട്ടിയാൽ x1 എത്രയായിരുന്നു ഈ സീക്വൻസിന്റെ x1 എന്ന് പറയുന്നത് 6ഉം d എന്തായിരുന്നു d നമുക്ക് 5ഉം കിട്ടി. n-ന് വാല്യൂ കൊടുക്കാതെ ചെയ്യാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോ Sn-ന്റെ ഇക്വേഷൻ എന്ത് വരും? n/2 ഇൻറ്റു 2 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 6 എന്താവും? 12 പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 5. ഇതുവരെ ഓക്കെ ആണോ? എന്ത് വരും? n/2 ഇൻറ്റു 12 പ്ലസ് 5 ഇൻറ്റു n 5n മൈനസ് 5 ഇൻറ്റു 1 അപ്പോൾ -5. ബാക്കി എന്ത് വരും? n/2 ഇൻറ്റു 12 5 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 7 വരും ആണോ? 5n ആദ്യം എഴുതി, പിന്നെ എന്തുണ്ടാവും? 12 മൈനസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ +7 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതായിരിക്കട്ടെ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 5n²/2 ഇതിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതേമാതിരി 7n/2 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോ 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, 15, 21, 27 എക്സെട്ര അങ്ങനെ പോകുന്ന അരിത്തമാറ്റിക് സീക്വൻസും അതിന്റെ 25 ടേംസിന്റെ സമ്മും. അതുപോലെ വേറൊരു അരിത്തമാറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ട് 7, 13, 19. ഇതും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഫസ്റ്റത്തെ കൂട്ടിയാൽ എത്ര കിട്ടും നോക്കുക, അതേമാതിരി രണ്ടാമത്തെ കൂട്ടിയാൽ എത്ര കിട്ടും നോക്കുക 25 ടേംസിന്റെ. എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കാണുക. അത്രയാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് 7, 13, 19 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. അതുപോലെ 15, 21, 27 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. അവ തമ്മിലുള്ള വ്യത്യാസം കാണുക. എത്ര കൂടുതലാണെന്ന് അറിയണമെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം കണ്ടു നോക്കിയാൽ പോരെ, കുറച്ച് നോക്കിയാൽ പോരെ ആൻസർ കണ്ടുപിടിച്ചിട്ട്. അപ്പോ ഫസ്റ്റ് സീക്വൻസ് എന്തായിരുന്നു? നമുക്കപ്പോ ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് സീക്വൻസ് 15, 21, 27 ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ടേം നമുക്ക് എന്താണ്? 15 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ്? 6 ആണ് ആണോ? അതുപോലെ നമുക്ക് എന്ത് കാണണം? n-നെ നമ്മൾ 25 എടുക്കണം. 25 ടേംസിന്റെ സമ്മല്ലേ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കുക മക്കളെ? ഏത് ഫോർമുല ഉപയോഗിക്കും? Sn ഈക്വൽ ടു n/2 ഇൻറ്റു ലാസ്റ്റ് ടേമും തന്നിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ 2x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ എന്ത് വരും? n-നെ നമ്മൾ 25 എടുത്തു, s 25 അല്ലെ. സം ഓഫ് 25 ടേംസ് കാണുമ്പോ 25 എടുത്തു കഴിഞ്ഞാൽ 25/2 ഇൻറ്റു 2x1 അല്ലെ. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 15 പ്ലസ് n-1. n 25 ആണെങ്കിൽ n-1 എന്താവും? 24 ആവും. 24 ഇൻറ്റു d എത്രയാണ്? 6 ആണ്. 25/2 ഇൻറ്റു 2 ഇൻറ്റു 15 30 ബാക്കി 24 ഇൻറ്റു 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കുമ്പോൾ 144 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ എന്ത് വരും? 25/2 ഇൻറ്റു ബ്രാക്കറ്റിലുള്ളത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 174 എന്ന് വരും കേട്ടോ. ഇത് കൂട്ടിയതാണ്, സ്ക്വയർ ബ്രാക്കറ്റിനെ കൊടുത്ത. ഇനി കട്ട് ചെയ്യുന്ന ടൈമിൽ എന്ത് വരും? 174ന്റെ പകുതി എന്ത് വരും? 25 ഇൻറ്റു ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 87 എന്ന് കിട്ടും. ഡൗട്ടുള്ളവർക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. 174/2 അല്ലേ. അപ്പോ 8 2s are 16, 1 4 7 2s are 40 0 87 എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? ഫൈനൽ ആൻസർ 25 ഇൻറ്റു 87. ഇത് ചെയ്ത് നോക്കുക. 25 ഇൻറ്റു 87 അല്ലേ. 2175 എന്ന് തൊട്ടോ 2175 ആയിരിക്കട്ടെ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇതേമാതിരി ഇനി രണ്ടാമത്തെ സീക്വൻസിന്റെയും നമ്മൾ എന്ത് കാണും? ആദ്യത്തെ 25 ടേംസിന്റെ സമ്മ് കാണും. എന്നിട്ട് നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കും അല്ലെ. എത്ര കൂടുതലാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോ രണ്ടാമത്തെ സീക്വൻസ് എന്തായിരുന്നു? രണ്ടാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 7, 13, 19 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ടേം നമുക്ക് എത്രയാണ്? 7 ആണ്. കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? 7 13 ആവുക. നമ്മൾ എന്താ ആഡ് ചെയ്യുന്നുണ്ടാവുക? 6 തന്നെയാണ്. n-നെ എന്തായിട്ട് എടുക്കുക? 25 ആയിട്ട് എടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
നമുക്ക് കാണുന്നത് എസ് എന്നിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എസ് എന്നിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n/2 ഇൻറ്റു 2x1 പ്ലസ് n പ്ലസ് 1 ഇൻറ്റു ഡി എന്നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. n/2 ഇൻറ്റു 2x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എന്നിന് 25 കൊടുക്കുക. 25/2 ഇൻറ്റു 2x1, x1 7 അപ്പൊ 2 ഇൻറ്റു x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 7 പ്ലസ് n 25 അപ്പൊ n മൈനസ് 1. 25 1 കുറച്ചാൽ 24 24 ഇൻറ്റു ഡി എത്ര തന്നെയാണ്? 6. അപ്പോ 25/2 ഇൻറ്റു 2 ഇൻറ്റു 7 എന്താണ്? 14. പിന്നെ എന്ത് വരും? 24 ഇൻറ്റു 6 നമ്മൾ ഇവിടെ ചെയ്ത് 24 ഇൻറ്റു 6 എന്നാൽ എന്ത് വരും? 144 എന്ന് വരും. ക്ലിയർ ആണോ? ഇപ്പൊ എന്ത് വരും? 25/2 ഇൻറ്റു ഈ ബ്രാക്കറ്റുള്ള കൂട്ടിക്കഴിഞ്ഞാൽ 158 എന്ന് വരും കേട്ടോ. 14 144 മണി കൂട്ടിക്കഴിഞ്ഞാൽ ഇനി ക്യാൻസൽ ചെയ്തൂടെ? 158 2 ഇവിടെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. പകുതി കണ്ടാൽ മതി. ഓക്കെ, മൈൻഡിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. 7 2s are 14 1 8 9 2s are 18. ഇപ്പൊ എന്ത് വരും? 79 എന്ന് വരും. അപ്പൊ ഫൈനൽ ആൻസർ 25 ഇൻറ്റു 79 എന്ന് വരും. ഓക്കെ ആണോ? അത് ചെയ്ത് നോക്കുക. 79 ഇൻറ്റു 25 ചെയ്ത് നോക്കുക. അത് നമുക്ക് വരും 1975 അല്ലെങ്കിൽ 1975 എന്ന് വരും. അപ്പൊ നമുക്ക് രണ്ട് സീക്വൻസിന്റെയും ആദ്യത്തെ 25 ടേംസിന്റെ സമ്മ് കിട്ടിക്കഴിഞ്ഞു. ആണോ? ആദ്യത്തെ 25 ടേംസിന്റെ സമ്മ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതൊന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഡിഫറൻസ് ഓഫ് സം ഓഫ് ഫസ്റ്റ് 25 ടേംസിന്റെ ഡിഫറൻസ് കാണാം. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റത്തെ സീക്വൻസിന്റെ അല്ലേ വലിയ സമ്മ് അല്ലെ? അതാണല്ലോ വലിയ ടേംസ്. ഓട്ടോമാറ്റിക്കലി അത് വലുതാവും. അപ്പൊ 2175 എന്ത് കുറച്ചാൽ മതി? 1975 കുറച്ചാൽ മതി. 2175 1975 കുറയ്ക്കുക. അപ്പൊ നമുക്കിത് കുറച്ച് നോക്കുമ്പോൾ 200 കിട്ടും. ആണോ? ഇനി വേണമെങ്കിൽ നമുക്ക് സെന്റൻസ് ആയിട്ട് എന്ത് എഴുതാം? സം ഓഫ് ഫസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെ? ആദ്യത്തെ സമാന്തര ശ്രേണിയുടെ സം എന്ന് പറയുന്നത് രണ്ടാമത്തതിനേക്കാളും എത്ര കൂടുതലായിരിക്കും? 200 കൂടുതലായിരിക്കും. അങ്ങനെയും എഴുതാട്ടോ. ബേസിക് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ സെന്റൻസ് ആയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. എന്തെഴുതാം? ദി സം ഓഫ് ഫസ്റ്റ് arithmetic sequence is 200 sum of 25 terms നോട് എഴുതിക്കട്ടോ. sum of 25 terms of first arithmetic 200 more than that of second എന്ന് എഴുതാം അല്ലെ? that of second അങ്ങനെ എഴുതി അവസാനിപ്പിക്കാം. ബേസിക് ആയിട്ട് ചെയ്യാനുള്ളത് മനസ്സിലാക്കുക. പിന്നെ സെന്റൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഈ സെക്ഷനിലെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ദ 10th ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 50. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യം ഞാൻ എഴുതുന്നുണ്ട്. 10th ടേം തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 10th ടേം 50 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 21st ടേം അല്ലെ? 21ാമത്തെ പദം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 21st ടേം എന്ത് തന്നിട്ടുണ്ട്? 30 ആണെന്ന് അല്ല 75 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 30 ടേംസിന്റെ സമ്മാണ്. ആദ്യത്തെ 30 പദങ്ങൾ കൂട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അതിൽ ഫോർമുല ഉണ്ട്. ഏത് ഫോർമുല കൊടുക്കണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ടേം അറിയണം അല്ലെ? ഒന്നുമില്ലെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയണം. അല്ലെങ്കിൽ നമ്മൾ എന്തറിയണം? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയണം. ഇതിൽ ഏതെങ്കിലുമൊക്കെ കിട്ടണം. അപ്പൊ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോ ഈ തന്നിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ അതിലൊരു ഇക്വേഷൻ ഇല്ലേ തന്നിട്ടുണ്ടായിരുന്നു. എന്ത്? ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്ത്? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിട്ടോ. ടേം ഡിഫറൻസ് അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു അല്ലെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇൻറ്റു ഡി ആണ്. അപ്പോ ടേം ഡിഫറൻസ്
75 - 50 അല്ലേ? 75 - 50. ഇനി അവ നിൽക്കുന്ന പൊസിഷൻ ഏതൊക്കെയാണ്? 21 10 അല്ലേ? അപ്പൊ 21 - 10 ഇൻറ്റു ആര് വരും? ഡി വരും. ക്ലിയർ ആണോ? 75 - 50 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 25 = 21 10 പോയി കഴിഞ്ഞാൽ 11 ഡി എന്ന് വരും. ഇത് നമുക്ക് ഡിക്ക് വേണ്ടി സോൾവ് ചെയ്തൂടെ? ഡിക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ 25/11 ഇൻറ്റു 11 അപ്പുറം കൊണ്ടുപോകുമ്പോൾ 25 × 11 അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞോ. ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? ഫസ്റ്റ് ടേം കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ടേം നമുക്ക് 10th ടേം ഉണ്ടല്ലോ. അപ്പോ 10th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതാവേ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 10th ടേമിൽ നിന്ന് 9d കുറച്ചാൽ പോരെ അല്ലെ? 9 വട്ടം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി അല്ലെ? 10 - 9 1 അപ്പോ 10th ടേം നമുക്കറിയാം എത്രയാണെന്ന് അറിയാം. 10th ടേം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 50 ആണെന്ന്. 50 9 വട്ടം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ 9 ഇൻറ്റു ഡി എത്രയപ്പോ നമുക്ക് കിട്ടിയത്? 25/11. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഡിയുടെ സ്ഥാനത്താണ് കേട്ടോ 25/11 കൊടുത്തത്. ഓക്കെ, ബാക്കി ക്ലിയർ അല്ലേ? 10th ടേം 50 10th ടേം 50 പിന്നെ 9d. ഓക്കെ, ഇപ്പൊ എന്ത് വരും? 50 - 9 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് ചെയ്ത് നോക്കാം കേട്ടോ. 25 × 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 225 എന്ന് വരും. 225/11 ക്ലിയർ ആണോ? അപ്പൊ ഇനി ഇതിന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അതിനെങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? നമ്മള് ഫ്രാക്ഷൻ ചെയ്യണമായിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പൊ 50 × 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 550 വരും. -225/11 എന്ന് വരും. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇത് കുറച്ച് നോക്കുക. അപ്പൊ ഇത് കുറക്കുമ്പോ എന്ത് വരും? 325/11 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി. എന്താണ്? 325/11. അപ്പൊ കിട്ടിയ കാര്യങ്ങൾ ഇവിടെ എഴുതുന്നുണ്ട്. ഡി നമുക്ക് കിട്ടി എത്രയാണെന്ന്? 25/11. അതേമാതിരി ഫസ്റ്റ് ടേം x1 അല്ലെങ്കിൽ എഫ് നമുക്ക് കിട്ടി എത്രയാണെന്ന്? 325/11 ആണെന്ന്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആദ്യത്തെ 30 ടേംസിന്റെ സമ്മാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോ അതിനുവേണ്ടി നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കണം? SN = n/2 ഇൻറ്റു അല്ലെ? നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാം. അപ്പൊ നമ്മൾ ഏത് ഫോർമുല? 2x1 + n - 1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കണം. ഇവിടെ നമ്മൾ എന്നിനെ എന്തായിട്ട് എടുക്കണം? എന്നിനെ നമ്മൾ 30 കൂടെ എടുക്കുക അല്ലെ? അപ്പോ S30 എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. അപ്പൊ എന്നിന് 30 കൊടുക്കുമ്പോൾ 30/2 ഇൻറ്റു 2 × x1 അല്ലെ? അപ്പൊ 2 × x1 ഫസ്റ്റ് ടേം എന്താണ്? 25/11 ആണ്. പ്ലസ് n - 1 അല്ലെ? 30 ടേമിന്റെ അല്ലേ? അപ്പൊ n - 1 നമ്മൾ എന്തായിട്ട് എടുക്കണം? 29 ആയിട്ട് എടുക്കണം. ക്ലിയർ ആണോ? n 30 ആണെങ്കിൽ n - 1 29. ഡി എത്രയാണ് നമുക്ക് കിട്ടിയത്? അയ്യോ സോറി, ഇവിടെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 325/11 ആണ് കേട്ടോ. എഴുതിയത് തെറ്റിപ്പോയതാ. ഇവിടെ എന്ത് വരും? 325/11 എന്ന് വരും. കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് എത്ര കിട്ടിയത്? 25/11. 25/11. അപ്പോ നമ്മൾ ഇങ്ങോട്ട് എഴുതണ്ടേ? 30/2 എന്തായി? 15 ബാക്കി ആരുണ്ടാവും? ഇനി ഉള്ളില് 325 × 2 ചെയ്യുക. അപ്പൊ എന്ത് വരും? 650 650/11 ഉണ്ട്. പിന്നെ പ്ലസ് 29 × 25/11 എന്നല്ലേ? അല്ലെ? എങ്ങനെ എഴുതി കഴിഞ്ഞാൽ അർത്ഥം. അപ്പോ 29 × 25 ചെയ്ത് നോക്കുക. എന്ത് വരും? 725 എന്ന് വരും കേട്ടോ. 725/11 എന്ന് വരും. ഇതുവരെ ഓക്കെ ആണോ? പിന്നെ നമുക്ക് എന്ത്? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 15 ഇൻറ്റു ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ മുകളിലുള്ളത് കൂട്ടി എഴുതിയാൽ മതി. 650 725 കൂടി കൂട്ടി എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ഇപ്പൊ എന്ത് വരും? 15 ഇൻറ്റു 650 725 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1375/11 കിട്ടും. ഇത് കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകുമെന്ന് നോക്കി നോക്കാം. അതൊന്ന് നോക്കി നോക്കാം. 1375/11 പോവാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ പരിപാടി എളുപ്പമായല്ലോ. എന്ത് വരും? ഒരു 11 2 7
22 ബാക്കി 5 ക്ലിയർ ആണോ? എന്ത് വരും? കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ ഇതെന്ത് വരും? 15 ഇൻറ്റു 125 എന്നാവും. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 125 കിട്ടി. അപ്പൊ 125 ഇൻറ്റു 15 ചെയ്യുക. അപ്പൊ നമുക്ക് ഏകദേശം 1875 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ആൻസർ. ഇതിൽ ഫ്രാക്ഷൻ വരുന്നതുകൊണ്ടാണ് കുറച്ച് ടഫായി തോന്നുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുക കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും എന്നും അറിയാം. അപ്പൊ നമ്മൾ ഈ ഫോർമുലയിൽ കൊടുത്തു. അപ്പൊ ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചത് നമ്മൾ മുന്നത്തെ ചാപ്റ്ററുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനും അറിയാം. അപ്പൊ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ നല്ലൊരു ചോദ്യം കേട്ടോ, പഠിച്ചു വെക്കുക. അപ്പൊ ഫ്രാക്ഷൻ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഫ്രാക്ഷൻസിന് ഡിവൈഡ് ചെയ്യാനോ ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രിഡ്ജ് ക്ലാസ്സിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അത് പോയി കണ്ടു നോക്കുക. ഓക്കെ, അത് കണ്ടാൽ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.